ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ രാവിലെ ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്, തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ സെറ്ററൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നടപ്പ്. എത്ര തന്നെ വാതിലൊക്കെ ജനലൊക്കെ അടച്ച് പൂട്ടിയിട്ടാലും എവിടെയെങ്കിലുമൊക്കെ ചെറിയ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ തണുപ്പ് അകത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളും അതുപോലെ ഏട്ടൻ്റെ ഡ്യൂട്ടിക്ക് പോകാനൊക്കെ ഉള്ളൊരു ദിവസമാണ്. രാവിലെ ഒത്തിരി പണികളുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. എന്നുവെച്ചാൽ രാവിലെ മുത്താറി കുടിച്ചിട്ടാണ് പോവുക. വേറെ ചായൻ്റെ കൂട്ടലൊന്നും കഴിക്കത്തില്ല. മുത്താറി ആകുമ്പം പെട്ടെന്ന് ഗ്ലാസ്സിൽ കൊടുത്ത് അതങ്ങ് കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് മലയാളി കടയിൽ നിന്ന് മുത്താറിൻ്റെ പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പൊടിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്, അതിലെന്തോ ഏലക്കായോ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെന്ന് തോന്നും. അപ്പം അത് നല്ല രസമാണ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അതവിടെ ഉണ്ടാക്കിയിട്ട് തണിയാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ. ചൂടൊന്നും ആറാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ടിട്ടുണ്ട്. അപ്പം തണുപ്പായതിനെ കൊണ്ട് പഞ്ചസാര ഞാൻ അധികം അങ്ങനെ ഇട്ടിട്ട് കൊടുക്കലില്ല. ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മറ്റേതില്ലേ, നമ്മളിപ്പം അപ്പടിയുള്ള മുത്താറി വാങ്ങിയിട്ട് പൊടി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടൂല. നല്ലോണം അതിൻ്റെ അകത്ത് തവിട് ഉണ്ടാവുകയും ചെയ്യും. അതാകുമ്പോൾ അങ്ങനെ അങ്ങ് കുടിക്കത്തില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് കുടിച്ചോളും. അങ്ങനെ പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു പുട്ടും കറിയും ആക്കാന്ന്. കുറച്ച് തലേ ദിവസം കുറച്ച് നമ്മുടെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഗ്രീൻ പീസിൻ്റെ കറിയും പുട്ടും ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ രാത്രി നമ്മൾ മലയാളി പീടികയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നേ. അവിടെ അവർ ക്രിസ്ത്യൻസ് ആയതിനെക്കൊണ്ട് ക്രിസ്മസ് ആയതിനെക്കൊണ്ട് ഒത്തിരി സാധനങ്ങൾ വന്നിട്ടുണ്ട്. ക്രിസ്മസ് ഒക്കെ ആയാലും ഓണം അങ്ങനത്തെ ഒക്കെ ആയാലും കടയിൽ ഒത്തിരി നമ്മുടെ നാട്ടിലുള്ള ഒത്തിരി സാധനങ്ങൾ വരും. എനിക്കാണെങ്കിൽ കൂർക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൂർക്കയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അത് കുറച്ച് പോയിട്ട് ഞങ്ങൾ രാത്രി പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ബിരിയാണി മസാലേൻ്റെ പൊടിക്കാത്തതില്ലേ, പിന്നെ നല്ല മസാലക്കടല വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഗരം മസാല പൊടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു റാഗിപ്പൊടി വാങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കൂർക്ക. കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. ഏട്ടനൊന്നും അങ്ങനെ കൂർക്ക കഴിക്കത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക. കഴിക്കുന്നതിനെക്കാട്ടും കൂടുതലിഷ്ടം അതിൻ്റെ ഒരു സ്മെല്ലാണ്. അങ്ങനെ അത് കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഉപ്പേരി വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ പുട്ടുപൊടി, അതേപോലെ തന്നെ നമ്മളെ അങ്കനവാടിയിൽ നിന്നൊക്കെ ഒരു ഉപ്പുമാവ് കിട്ടത്തില്ലേ, ആ ഒരു ഉപ്പുമാവിൻ്റെ ഗോതമ്പിൻ്റെ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവിൻ്റെ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വാങ്ങിച്ചത്, പിന്നെ പുട്ടുപൊടി, പിന്നെ തേങ്ങ. അവിടെ തേങ്ങ തീർന്നു പോയിട്ടുണ്ടായിരുന്നേ. 3 തേങ്ങ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം അമ്മ വരുന്നുണ്ട്, അപ്പോൾ തേങ്ങ എന്തെങ്കിലും കൊണ്ടുവരുന്നതിനെ കൊണ്ട് 3 തേങ്ങ വാങ്ങിച്ചിട്ടുള്ളൂ. എല്ലാത്തിൻ്റെ റേറ്റ് പറഞ്ഞു, തേങ്ങേൻ്റെ റേറ്റ് അങ്ങോട്ട് കുറയുന്നില്ല. അങ്ങനെ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഇരട്ടി പൈസയാണ്. നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടും ഇരട്ടി പൈസയാണ്. കപ്പയില്ലേ, കപ്പയ്ക്ക് നാട്ടിൽ 25-30 രൂപയും കണ്ട, ഇവിടെ 78 രൂപയാണ് ഒരു കിലോന്. ഇപ്പം എനിക്ക് പ്രഗ്നൻസി ആ ടൈമിൽ ഞാൻ കപ്പ അങ്ങനെ കഴിക്കാറില്ല. അത്രയും കൊതി വന്നാൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിച്ചു തരും, അല്ലാണ്ട് ഒത്തിരി വാങ്ങിച്ചു തരത്തില്ല. ഈ ഒരു സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് മുത്താറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറ്. ഇപ്പോൾ തണുപ്പായതിനെ കൊണ്ട് ചൂടൊക്കെ പെട്ടെന്ന് തന്നെ ആറിക്കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ തൂത്ത് കൊടുക്കും. നെയ്യും കൂടെ വയ്ക്കുമ്പം നല്ലൊരു റിസൾട്ടാവും. നെയ്യ് നമ്മൾ ഇവിടുന്ന് ഏട്ടൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ഒരാളെ വീട്ടിൽ നിന്ന്, അവർ ഗുജറാത്തിൽ തന്നെ അവരെ വീട്. അപ്പം അവർ വീട്ടിൽ നിന്ന് കൊണ്ടുത്തരുന്ന നെയ്യ്, അപ്പം നല്ല നെയ്യാണ്. അപ്പം അങ്ങനെ അവരുടെ അടുത്തുനിന്ന് ഇങ്ങനെ നെയ്യ് വാങ്ങിക്കും. ഒരു നെയ്യുണ്ട്. പിന്നെ ഇതാ കറിക്ക് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും അതേപോലെ ക്യാരറ്റും ഗ്രീൻ പീസും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് 5-6 വിസിലടിച്ചിട്ട് തേങ്ങ ഇളക്കി കഴിഞ്ഞാൽ കറി അവിടെ റെഡിയാകും. പിന്നെ പുട്ടിൻ്റെ പരിപാടി നോക്കണം. അങ്ങനെ കുക്കറിൽ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം എനിക്കാണെങ്കിൽ മുമ്പത്തുള്ള ഡ്രസ്സൊക്കെ ഇല്ലേ, ചിലതൊന്നും പറ്റണില്ല, അതൊക്കെ പാക്കാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ വന്നു കഴിഞ്ഞിട്ട് അമ്മേനെ ആക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അച്ഛനങ്ങ് പെട്ടെന്ന് തിരിച്ചു പോകും. അപ്പം കുറേ ഡ്രസ്സും നച്ചുവിൻ്റെ കുഞ്ഞിലെയുള്ള ഡ്രസ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു വിടണം. പിന്നെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുപോകാനൊക്കെ ഉണ്ടാവും. അത് ഡ്രസ്സിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സാണ് ഒത്തിരി ഉള്ളത്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് നമ്മൾ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന അതിൻ്റെ കൊലാബിൻ്റെ കുറച്ച് പ്രൊഡക്ട്സും ഉണ്ട്. അതൊക്കെ ഈ പ്രാവശ്യം അച്ഛൻ്റെ അടുത്ത് കൊടുത്തു തരുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പുട്ട് കഴിക്കുമ്പോണ്ടല്ലോ കുറച്ച് വെള്ളം അധികമായിപ്പോയി. ഏട്ടൻ പോകുന്ന ടൈമായിട്ടും പുട്ടിൻ്റെ പുക വന്നിട്ടുണ്ടായിരുന്നില്ല, ആവി വന്നിട്ടുണ്ടായിരുന്നില്ല.
അപ്പം ഞാനിൽ ഏറ്റവും അടിയത്തെ പുട്ട് മാത്രമേ ശരിക്കായിട്ട് കിട്ടിയിട്ടുള്ളൂ. മുകളിലേക്കുള്ളതൊക്കെ എന്തോ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഏറ്റവും അടിയിലുള്ള പുട്ട് മാത്രം ഏട്ടന് കൊടുത്തിട്ട് ഏട്ടൻ പോയ ശേഷം ബാക്കി പൊടിഞ്ഞു പോയത് ഒന്നും കൂടെ പുട്ടും കൂട്ടിയിട്ടിട്ട് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്തത്. എന്താ എൻ്റെ അടുത്ത് കുറച്ച് വെള്ളം അധികമായിപ്പോയി. വെള്ളം അധികമായിപ്പോയി കുറേ ടൈം വെച്ചാൽ അങ്ങ് ആറി കിട്ടുമല്ലോ. പക്ഷേ ഇത് കുറേ ടൈം വയ്ക്കാനുള്ളൊരു സമയമില്ലായിരുന്നു. അങ്ങനെ പുട്ടിനുള്ള തേങ്ങയും പിന്നെ നമ്മുടെ കറിക്കുള്ള തേങ്ങയും കൂടെ ചിരകിയെടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ചോറ് വേണ്ട അതിനെ കൊണ്ട് ഈ ഒരു രാവിലത്തെ ചായൻ്റെ പരിപാടിൻ്റെ തിരക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ചോറായിട്ടാണ് ചോറ് ആയിട്ട് അവിടുന്ന് മെസ്സിൽ നിന്ന് കഴിക്കാറാണ് ചെയ്യാറ്. ഇവിടെ ചോറ് ഞാൻ കൊടുത്തു വിടാറില്ല. പിന്നെന്താ, കഴിഞ്ഞ തണുപ്പ് സമയത്തൊക്കെ ഇല്ലേ ഞങ്ങൾ ഇവിടെ നിന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുരിങ്ങാത്തോട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടില്ല, ബാക്ക് സൈഡോട്ട് അങ്ങോട്ടേക്ക് പോകാറുണ്ടായിരുന്നേ. ഇപ്രാവശ്യം ഏട്ടനടുത്ത് നടക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ഏട്ടൻ മിണ്ടാണ്ട് അവിടെ ഇരുന്നോ പറയും. രാവിലെ ഈ തണുപ്പുള്ള സമയത്ത് രാവിലെ നടക്കാൻ പോയാൽ നല്ല രസമാണ്. ചേട്ടൻ സമ്മതിക്കില്ല. ഇവിടെ ഇല്ലേ ഓരോരോ മുക്കിൽ മൂലയിലും വിളക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഏട്ടനാണെങ്കിൽ അതിലൂടെയൊക്കെ പോകാനും നല്ല പേടിയുമാണ്. അതുകൊണ്ട് കൊണ്ടുപോകത്തില്ല. രാത്രി ഇപ്പം അങ്ങനെ എവിടെയും പോകത്തില്ല. ഹോസ്പിറ്റലിൽ പോവും, പിന്നെ അത്രയ്ക്ക് എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോവും. അല്ലാതെ പുറത്തൊന്നും ഇപ്പം പോകാറില്ല. രാത്രി അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എനിക്ക് തോന്നുന്നു രാത്രിത്തിനെക്കാട്ടും കൂടുതൽ തണുപ്പ് രാവിലെയാണെന്ന്. അപ്പം ഈ ഒരു കറീൻ്റെ അകത്തേക്ക് ഉള്ള തേങ്ങേൻ്റെ അകത്തില്ലേ ഞാൻ ചെറിയ 2-3 കഷ്ണം നമ്മുടെ പട്ടയില്ലേ, കറുവപ്പട്ട, അത് ചേർത്ത് കൊടുക്കും. അപ്പോൾ കറിക്ക് നല്ലൊരു രസമായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ പീസിൻ്റെ കറീൻ്റെ അകത്ത് അങ്ങനെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ പുട്ടിൻ്റെ കുഴച്ചത് റെഡി ആയിട്ടില്ല, ഫുള്ള് വെള്ളമായി പോയിട്ടുണ്ട്. അതിനിടയിൽ ഏട്ടൻ കുളിച്ച് കഴിഞ്ഞിട്ട് നച്ചൂനെ എണീപ്പിച്ച് അവളെ കുളിപ്പിക്കും. അവൾ ദിവസവും കുളിച്ചെത്തിയേ പോവുള്ളൂ. കുളിക്കാണ്ട് പോകാൻ പറഞ്ഞാൽ അവളെ കേൾക്കത്തുമില്ല. ടീച്ചർക്ക് ഭയങ്കര അത്ഭുതമാണ്, ഇത്ര രാവിലെ ഈ തണുപ്പത്ത് അവൾ കുളിച്ചിട്ട് വരുന്നുണ്ട്. ക്ലാസ്സിൽ ഇവിടെയുള്ള കുട്ടികളങ്ങനെ ഹെയർ വാഷ് അങ്ങനെ ചെയ്യാറില്ല, ഡെയിലി ചെയ്യൂല. ഒരു മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ അങ്ങനെ 2 വട്ടമൊക്കെ. സാക്ഷിയൊക്കെ മാസത്തിൽ 1 പ്രാവശ്യം മാത്രമേ ഹെയർ വാഷ് ചെയ്യത്തുള്ളൂ. അപ്പം ഡെയിലി ഇവൾ കുളിച്ച് നല്ല വെളിച്ചെണ്ണയൊക്കെ തൊട്ട് കുളിച്ചിട്ട് ഇവൾ മാത്രമേ ക്ലാസ്സിലങ്ങനെ പോകത്തുള്ളൂ. ബാക്കി കുട്ടികളൊക്കെ മേല് കഴുകിയിട്ട് അവരങ്ങനെ തല നനയ്ക്കത്തില്ല. അങ്ങനെ പിന്നെ അവൾക്ക് കൊണ്ടുപോകാനുള്ള പേരയ്ക്കയും അതേപോലെ തന്നെ കുറച്ച് നമ്മുടെ ഇതില്ലേ നാരങ്ങയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്നും കഴിക്കത്തില്ല. ഞാൻ വിചാരിക്കുക കുട്ടികളായിട്ട് ഷെയർ ചെയ്യും തോന്നണു. അവളിവിടെ വന്നിട്ട് ഞാൻ ഇടയ്ക്ക് പാത്രം തുറന്ന് നോക്കുമ്പം അതിൻ്റെ അകത്ത് വേറെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടാവും. അപ്പം ഞാൻ കുറച്ചധികം കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിപ്സും മസാലക്കടൽ അങ്ങനത്തെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവളെ പരിപാടിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബോട്ടിൽ വെള്ളവും പിന്നെ ഫുഡും ബുക്കും കുളിച്ച് വരുമ്പോഴത്തേക്ക് അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് യൂണിഫോമൊക്കെ ഇടിച്ചിട്ട് ഞാൻ കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കറിയിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ അവളെ വിട്ടിട്ട് അവളെ സ്കൂളാക്കി വന്നതിന് ശേഷമായിരുന്നു ഇവിടുന്ന് ചായയും കുടിച്ചിട്ട് പിന്നും താഴോട്ട് ഡ്യൂട്ടിക്ക് പോയി. ഇപ്പം ഒരുമിച്ച് ചായ കുടിക്കാം. അവൾക്ക് ഞാൻ മുത്താറ് കൊടുക്കുന്ന ടൈമിൽ തന്നെ ഏട്ടൻ ചായയും കുടിച്ചിട്ട് പിന്നെ അവളെ ആക്കാൻ വേണ്ടി ഒരുമിച്ച് അങ്ങ് പോകും. പിന്നെ ഏട്ടന് തിരിച്ചിങ്ങോട്ടേക്ക് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കറിയിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുട്ടിന് പൊക്കെ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഞാൻ മുത്താറ് കൊടുത്തിട്ടുണ്ട്, ഏട്ടന് ചായ കൊടുത്തിട്ടുണ്ട്. അച്യുതാ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട്. അവൾക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ, തണുപ്പിൻ്റെ ഇതാന്ന് തോന്നുന്നു. അപ്പം ചെരുപ്പ് ഇട്ടിട്ടില്ലായിരുന്നേ. അവൾ ചെരുപ്പിടാത്ത ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അവൾ ചെരുപ്പിടാത്തവരെ കൊണ്ട് നിന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിയില്ല. പിന്നെ കാലമേലേക്ക് നോക്കുന്നത്. അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഗ്ലൗസ് ഇടാതെ പോകത്തേ ഇല്ല. അപ്പം ഡെയിലി ഗ്ലൗസിന് വേണ്ടിയിട്ടില്ല അടിയ വീട്ടിൽ. അങ്ങനെ ഓളും ഏട്ടനും ഡ്യൂട്ടിക്കും സ്കൂളും ഒക്കെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അവളെ സ്കൂളാക്കിയിട്ട് നേരെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെ അങ്ങനെ ഞാൻ അവർ പോകുന്ന കാണാൻ വേണ്ടിയിട്ട് ടെറസൊന്ന് നോക്കിയതാട്ടോ. അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. ഈ ഒരു ടൈമിലൊക്കെ ഇത്രയും ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമ്മതിക്കണം. രാവിലെ സമയം 8 മണി ആവുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഏട്ടനില്ലേ നടന്നിട്ടാണേ പോവാറ്. വണ്ടി ഇവിടെ അടുത്തുള്ള ഒരാൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആരോ വണ്ടി കിട്ടിയിട്ടുണ്ട്. അതുമ്മേ കയറിയിട്ടാട്ടോ പോകുന്നത്. നച്ചുവിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടീൻ്റെ പപ്പയത്. അപ്പോൾ അവരെ കൂടെ പോകുന്നുണ്ട്. അവിടുത്തെ വരെ ആക്കി കൊടുത്തെന്ന് തോന്നുന്നു. ഏട്ടൻ്റെ കൂടെ ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ്. ഇവിടെ നോക്കിയാൽ സ്കൂളിൻ്റെ ആ ഒരു വഴിയൊക്കെ ശരിക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റും.
അങ്ങനെ ഇതാ അവരവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സെക്യൂരിറ്റിയില്ലേ ഇപ്പോൾ സെക്യൂരിറ്റി ഉണ്ടല്ലോ, നമ്മൾ ഷോളൊക്കെ ഇട്ടിട്ട് മുഖമൊക്കെ മറിച്ച് പോവാച്ചല്ലേ ഷോളൊക്കെ കഴിപ്പിച്ചിട്ട് ഉള്ളിലേക്ക് വിടത്തുള്ളൂ. ഈ ഒരു മുസ്ലിങ്ങളൊക്കെ ഹിജാബൊക്കെ ധരിച്ചിട്ടേ വരിക. അവരിൽ അതൊക്കെ അഴിച്ചിട്ട് അകത്തേക്ക് വിടുള്ളൂ. എന്തോ സെക്യൂരിറ്റി പ്രശ്നം അങ്ങനെ എന്തോ ആണെന്ന് തോന്നണു. അങ്ങനെ ഏട്ടനതാ അവളെ ആക്കാൻ പോകണു. പിന്നെ കുറച്ച് സമയം ഞാൻ ടെറസിലൊക്കെ വെയിലൊക്കെ കൊണ്ട് നിന്നു. വെയിലിങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ എനിക്ക് അടുക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ അച്ഛനെ വിളിക്കാൻ പോകുന്നതാണ് കേട്ടോ. ഞാൻ ഒരു 11:25 ആകുമ്പോൾ ഇറങ്ങും. ആ ടൈമിൽ ഇറങ്ങിയാൽ ഒരു 11:32 ആകുമ്പോഴത്തേക്ക് അവൾ ആ ഗേറ്റിൻ്റെ അടുത്ത് ടീച്ചർ കൊണ്ടുവച്ച് വിടും. അവിടെ നിന്ന് കൂട്ടി വന്നാൽ മതി. ഈ ടൈമിലൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഇപ്പം എവിടെയും പോകാനും അങ്ങനെയൊന്നും പറ്റണില്ലല്ലോ, അതുകൊണ്ടുള്ളൊരു വിഷമം. പാൽക്കാരൻ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പം വീട്ടിലില്ലെങ്കിൽ സാക്ഷി പാൽ വാങ്ങി വയ്ക്കും. അതൊരു വലിയ ആശ്വാസമാണ്. അങ്ങനെ താഴെ എത്തിയിട്ടുണ്ട്. വൈകുന്നേരം ആയാലും ഇവിടെയൊക്കെ നിറയെ ആളായിരിക്കും. ഇപ്പോൾ എല്ലാവരും വൈകുന്നേരം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, ഇരുന്നിട്ടിങ്ങനെ കഥ പറയുന്നുണ്ടാവും. ചില ദിവസം ഞാനും സൗന്ദര്യം ഹേമയൊക്കെ താഴെ വന്നിരിക്കും. ചില ദിവസം ഇപ്പം തണുപ്പായത് കൊണ്ട് അധികം അങ്ങനെ വരത്തില്ല. കുട്ടികൾക്കൊക്കെ അസുഖമൊക്കെ അതിനെ കൊണ്ട്. അപ്പോൾ അതെല്ലാവരും കുട്ടികളെ വിളിക്കാൻ വന്നിട്ടുണ്ട്. ടീച്ചർ കൊണ്ടുവച്ച് വിട്ടിട്ടില്ല, അതുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇരിക്കേണ്ടി വന്നു എനിക്ക്. പിന്നെ ഞങ്ങളിതാ നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത്രയും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ, ബാക്കിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാവേ.